SFIയെ വിമർശിച്ച ബിനോയ് വിശ്വത്തിനെതിരെ ഡിവൈഎഫ്ഐ. മറ്റൊരു പാർട്ടിയുടെ സെക്രട്ടറി എന്ന തലത്തിലാണ് ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണമെന്ന് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എ റഹീം പറഞ്ഞു. ആ സ്ഥാനത്തിരുന്ന് പറയേണ്ടതാണോ പറഞ്ഞതെന്ന് അദ്ദേഹം ആത്മപരിശോധന നടത്തണം. വിമർശനങ്ങൾ വസ്തുതാപരവും ക്രിയാത്മകവുമായിരിക്കണം. ബിനോയ് വിശ്വത്തിന്റെ വിമർശനങ്ങളിൽ വസ്തുതകളില്ല എന്നും റഹീം പറഞ്ഞു. ബിനോയ് വിശ്വം വേറൊരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിൽ ആ പാർട്ടിക്കോ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായോ അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്താം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഉയർന്നമായ അദ്ദേഹം ഇരിക്കുന്ന പദവിക്ക് അതിന് യോജിച്ചതാണോ അത്തരമൊരു സ്റ്റേറ്റ്മെൻ്റ് എന്ന് അദ്ദേഹം ഒരു ആത്മപരിശോധന നടന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യത്തെയും ജനാധിപത്യ ബോധത്തോടെ കാണുന്നു. പക്ഷേ വസ്തുതാപരമാണോ എന്ന് പരിശോധിക്കണ്ടേ. റിനു ശ്രീധർ വിവരങ്ങളുമായുണ്ട്. റിനു, ഇപ്പോൾ റഹീമിന്റെ പ്രതികരണം അല്പം വൈകിയുള്ള പ്രതികരണമാണ്. അപ്പോഴും ബിനോയ് വിശ്വം പറഞ്ഞത് മുഴുവൻ വസ്തുതാ വിരുദ്ധമാണ് എന്ന വാദമാണോ ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ നേതാവിനുള്ളത്? സ്മൃതി, SFIക്കെതിരെയും അതുപോലെ തന്നെ കണ്ണൂരിലെ CPMനെതിരെയും രൂക്ഷമായ വിമർശനമായിരുന്നു CPIയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ബിനോയ് വിശ്വം മുന്നോട്ട് വെച്ചത്. ഇത് വസ്തുതാപരമല്ല എന്നുള്ളതാണ് ഡിവൈഎഫ്ഐയുടെ അഭിപ്രായം. തുടർന്നാണ് അഖിലേന്ത്യാ പ്രസിഡന്റും അതുപോലെ തന്നെ MP കൂടിയായിട്ടുള്ള A റഹീം ഇന്നിപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ആരോപണം അല്ലെങ്കിൽ വിമർശനം വസ്തുതാപരവും ക്രിയാത്മകവും അല്ല എന്നുള്ളതാണ്. തുടർന്ന് അദ്ദേഹം ഒരു ആത്മപരിശോധന നടത്തേണ്ടതായിട്ടുണ്ട് എന്നാണ്. അതായത് കൂടുതൽ ഈ കാര്യത്തിൽ അഭിപ്രായം പറയാൻ താനില്ല എന്നുള്ള ഒരു കാര്യവും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. കാരണം മുന്നണിയുടെ ബലം അല്ലെങ്കിൽ മുന്നണിയുടെ ബലമാണ് നമ്മൾ മുന്നോട്ട് വെക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു വാഗ്വാദത്തിനോ സംഘർഷത്തിനോ ഡിവൈഎഫ്ഐ തയ്യാറല്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഒപ്പം മറ്റൊരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ട് ആണ് ബിനോയ് വിശ്വം ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു അഭിപ്രായമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളതും. അല്ലാതെ LDF എന്നുള്ള ഒരു രീതിയിലല്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ഇങ്ങനെ പറയാൻ വേണ്ടി കഴിയുമായിരുന്നു എന്നുള്ളൊരു ആത്മപരിശോധന കൂടി നടത്തണം എന്നുള്ളതാണ്. എന്തായാലും രൂക്ഷമായിട്ടുള്ളൊരു വിമർശനം തന്നെയാണ് ഡിവൈഎഫ്ഐയുടെ അല്ലെങ്കിൽ ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. നേരത്തെ തന്നെ ബിനോയ് വിശ്വത്തിനെതിരെ പരസ്യമായ അല്ലെങ്കിൽ ചില വിമർശനങ്ങൾ CPMൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു. കൂടാതെയാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്നും SFIക്കെതിരെ ബിനോയ് വിശ്വം വിമർശിച്ചതിനെതിരെ ഇപ്പോൾ ഒരു അഭിപ്രായ പ്രകടനം അല്ലെങ്കിൽ ഒരു വിമർശനമായി ഡിവൈഎഫ്ഐ മുന്നോട്ട് വന്നിട്ടുള്ളത്. SFIയെയും അതുപോലെ തന്നെ കണ്ണൂരിലെ CPMനെതിരെയും രൂക്ഷമായി വിമർശിച്ചാണ് അദ്ദേഹം മുന്നോട്ട് വന്നത്. ചെങ്കൊടിക്ക് അപമാനമാണ് SFI എന്നുള്ളതാണ് ബിനോയ് വിശ്വം പറഞ്ഞത്. പക്വതയില്ലാത്ത പെരുമാറ്റമാണ്, പിടിച്ചു കെട്ടിയില്ലെങ്കിൽ ഒരു ബാധ്യതയായി മാറും SFI എന്നുള്ള തരത്തിലുള്ള ഒരു വിമർശനമാണ് ബിനോയ് വിശ്വം മുന്നോട്ട് വെച്ചത്. ഇതിനെതിരെയാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ രംഗത്ത് വന്നിരിക്കുന്നത്. സ്മൃതി. ശരി, റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത്.